നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദേശീയ പത്രത്തിന്റെ ഒന്നാം പേജുകളിലെ പ്രധാന വാർത്തകൾ. സ്പെയിനിലും പോർച്ചുഗലിലും വൈദ്യുതി മുടങ്ങിയതുമൂലം വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും ബാറുകൾ അടച്ചിടുകയും ചെയ്തത് വിനോദസഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതായി ദി സൺ റിപ്പോർട്ട് ചെയ്യുന്നു. മിൽക്ക് ഷേക്കുകൾക്കും ലാറ്റുകൾക്കും ആദ്യമായി ഷുഗർ നികുതി ഏർപ്പെടുത്താൻ പോകുന്നുവെന്ന് ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. BBC താരങ്ങളുടെ മോശം പെരുമാറ്റത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നതായി ഡെയിലി മിറർ റിപ്പോർട്ട് ചെയ്യുന്നു. മേലധികാരികൾ നടപടിയെടുക്കാൻ ഭയപ്പെടുന്നുവെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. താരങ്ങളുടെ അനിശ്ചിതമായ പെരുമാറ്റം നിയന്ത്രിക്കാനും ജോലിസ്ഥലത്ത് മെച്ചപ്പെട്ട അന്തരീക്ഷം ഉറപ്പാക്കാനും BBC ലക്ഷ്യമിടുന്നു. ഡെയിലി എക്സ്പ്രസിലെ ഒരു ലേഖനത്തിൽ ടോറി നേതാവ് കെമി ബെഡ്നോക്ക് കാർഷിക നികുതി പിൻവലിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. യൂറോപ്പിലെ അവധിക്കാല കേന്ദ്രങ്ങളിൽ വൻതോതിലുള്ള വൈദ്യുതി മുടക്കം മൂലം അരാജകത്വം ഉടലെടുത്തതായി ഡെയിലി സ്റ്റാർ പറയുന്നു. ദി ഡെയിലി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത് നെറ്റ് സീറോ എനർജിയെ ആശ്രയിച്ചതിനാൽ സ്പെയിനിലെയും പോർച്ചുഗലിനെയും വൻ വൈദ്യുതി തടസ്സങ്ങൾ ബാധിച്ചുവെന്നതാണ്. പൊതുമേഖലാ ശമ്പള വർധനവിന് അധിക പണം നൽകില്ലെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ് പറഞ്ഞതിനെ തുടർന്ന് അധ്യാപകരും നഴ്സുമാരും കൗൺസിൽ ജീവനക്കാരും പണിമുടക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. പോർച്ചുഗലിന്റെ ഗ്രിഡ് ഓപ്പറേറ്റർമാർ രാജ്യവ്യാപകമായി ഉണ്ടായ വൈദ്യുതി തടസ്സത്തിന് കാരണം അപൂർവമായ അന്തരീക്ഷ പ്രതിഭാസമാണെന്ന് അവകാശപ്പെട്ടു. വൈദ്യുതി തടസ്സത്തിന് കാരണം അന്വേഷിച്ചു വരികയാണെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പറഞ്ഞതായും ദി ഐ പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു. സ്പെയിനിലും പോർച്ചുഗലിലും വൻ വൈദ്യുതി മുടക്കം ഉണ്ടായതായി ഫിനാൻഷ്യൽ ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഗതാഗത ശൃംഖലകളെ സ്തംഭിപ്പിക്കുകയും മൊബൈൽ ആശയവിനിമയങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്തതായും പത്രം പറയുന്നു. മെട്രോയും തെക്കൻ യൂറോപ്പിലെ വലിയൊരു പ്രദേശത്ത് വൈദ്യുതി തടസ്സം മൂലം വലിയൊരു വിഭാഗം ആളുകൾ അരാജകത്വത്തിലായെന്ന് പറയുന്നു. ഇതെല്ലാമായിരുന്നു ഇന്നത്തെ പത്രങ്ങളിലെ ഫ്രണ്ട് പേജിലെ വാർത്തകൾ. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം. അവധിക്ക് നാട്ടിലേക്ക് പോയ UK മലയാളി മരിച്ചു. ന്യൂകാസലിന് സമീപമുള്ള നോർത്ത് ഷീൽഡിലെ ആദ്യകാല മലയാളികളിൽ ഒരാളായ സജി കാവക്കുഴിയാണ് അന്തരിച്ചത്. കോട്ടയം സംക്രാന്തി സ്വദേശിയാണ്. അവധിക്ക് നാട്ടിലായിരിക്കുന്ന സമയത്ത് അസുഖബാധിതനായി കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം പിന്നീട് സംക്രാന്തി ലിറ്റിൽ ഫ്ലവർ ക്നാനായ കത്തോലിക്ക പള്ളിയിൽ. സൈബർ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മാർക്ക് ആൻഡ് സ്പെൻസർ ഓൺലൈൻ ഓർഡറുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. സൈബർ ആക്രമണത്തെ തുടർന്നുള്ള തടസ്സങ്ങൾ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നതിനാൽ മാർക്ക് ആൻഡ് സ്പെൻസർ പ്രധാന ലോജിസ്റ്റിക്സ് സൈറ്റിലെ ഏജൻസി ജീവനക്കാരുടെ വീട്ടിൽ തന്നെ തുടരാൻ ആവശ്യപ്പെട്ടു. ഇതിനിടെ തിങ്കളാഴ്ച രാവിലെ കമ്പനിയുടെ ഓഹരികൾ കൂടുതൽ ഇടിഞ്ഞു. സൈബർ ആക്രമണത്തെ തുടർന്ന് ഓൺലൈൻ ഗ്രോസറി സൈറ്റായ ഒക്കാഡോയിലേക്കുള്ള ചില ഭക്ഷ്യവസ്തുക്കളുടെ ഡെലിവറി താൽക്കാലികമായി നിർത്തിവെച്ചു. ഈ സൈബർ ആക്രമണം കഴിഞ്ഞയാഴ്ച M&Sന്റെ ഓഹരി മൂല്യത്തിൽ 500 മില്യൺ പൗണ്ടിലധികം നഷ്ടമുണ്ടാക്കി. ഇത് ഓൺലൈൻ വസ്ത്ര ഗൃഹോപകരണ വിൽപ്പനയെ ബാധിച്ചു. M&S സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ സേവനങ്ങൾ പുനഃസ്ഥാപിക്കാൻ പ്രവർത്തിക്കുന്നുണ്ട്. തിങ്കളാഴ്ച മുതൽ കോൺടാക്ട്ലെസ് പേയ്മെന്റുകളും ഓൺലൈൻ ഓർഡറുകളുടെ ശേഖരണവും തടസ്സപ്പെട്ടതിനാൽ സ്റ്റോറുകളിൽ നിരവധി ദിവസത്തെ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് റീറ്റെയിൽ വെബ്സൈറ്റ് അടച്ചുപൂട്ടലുണ്ടായത്. വ്യാഴാഴ്ച വൈകിയാണ് കോൺടാക്ട്ലെസ് പേയ്മെന്റുകൾ പുനരാരംഭിച്ചത്. ലണ്ടനിലെ ട്യൂബ് മേഖലയിൽ ഡബിൾ ബാഗിംഗ് വ്യാപകം. ഒരേ സമയം 2 സീറ്റുകൾ ഒരു യാത്രക്കാരൻ കൈവശപ്പെടുത്തുന്ന പ്രവണതയാണ് ഡബിൾ ബാഗിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലണ്ടനിലെ തിരക്കേറിയ ട്യൂബ് ട്രെയിനുകളിൽ ഇത്തരം പെരുമാറ്റം മറ്റ് യാത്രക്കാർക്ക് ഇരിപ്പിടം ലഭിക്കാത്തതിന് കാരണമാകുന്നു, പ്രത്യേകിച്ച് റഷ് അവറുകളിൽ. ഈ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് എക്സിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. യാത്രക്കാർ അവരുടെ ബാഗുകൾ സീറ്റുകൾ വയ്ക്കുന്നവർക്കെതിരെ രോഷം പ്രകടിപ്പിക്കുന്നു. ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ ഇതുവരെ ഔദ്യോഗികമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല. എന്നാൽ യാത്രക്കാർക്ക് പരസ്പരം ബഹുമാനിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പൊതു മാർഗനിർദ്ദേശങ്ങൾ നിലവിലുണ്ട്. ചില യാത്രക്കാർ ഡബിൾ ബാഗിംഗ് ചെയ്യുന്നവരോട് നേരിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായി ഇത് പലപ്പോഴും വാഗ്വാദങ്ങളിലേക്ക് നയിക്കുന്നു. പരിഹാരമായി ബാഗുകൾ മടിയിൽ വയ്ക്കുകയോ തറയിൽ വയ്ക്കുകയോ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നു. 30 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പേഴ്സണൽ ടാക്സ് മാറ്റവുമായി HMRC.
HMRCയുടെ പുതിയ നിയമം മേക്കിംഗ് ടാക്സ് ഡിജിറ്റൽ ഫോർ ഇൻകം ടാക്സ് 30 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വ്യക്തിഗത നികുതി മാറ്റമായി വിദഗ്ധർ വിലയിരുത്തുന്നു. ആദ്യഘട്ടത്തിൽ വാർഷിക വരുമാനം 50,000 പൗണ്ടിന് മുകളിലുള്ള സ്വയം തൊഴിൽ ചെയ്യുന്നവരും വസ്തു ഉടമകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടും. 2027 30,000 പൗണ്ടിനും 50,000 പൗണ്ടിനും ഇടയിൽ വരുമാനമുള്ളവർക്കും 2028 മുതൽ വരുമാന പരിധി 20,000 പൗണ്ടോ അതിൽ കൂടുതൽ ഉള്ളവരിലേക്കും ഈ നിയമം ബാധകമാകും. ഈ നിയമം ഏകദേശം 7,80,000 വ്യക്തികളെ ബാധിക്കും. ഈ പദ്ധതി പ്രകാരം വ്യക്തികൾ തങ്ങളുടെ വരുമാനവും ചെലവും ഡിജിറ്റൽ രൂപത്തിൽ രേഖപ്പെടുത്തണം. ഈ മാറ്റം 1995-96 സെൽഫ് അസസ്മെന്റിന് ശേഷമുള്ള ഏറ്റവും വലിയ നികുതി പരിഷ്കാരമാണ്. ആകെ വരുമാനമാണ് പരിഗണിക്കുന്നത്, ചെലവുകൾ കുറച്ചുള്ള നെറ്റ് വരുമാനമല്ല. ഇതിനാൽ കുറഞ്ഞ ലാഭമുള്ളവർ പോലും ഈ നിയമത്തിന്റെ പരിധിയിൽ വരാം. ഡിജിറ്റൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വരുമാന ചെലവ് രേഖകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. HMRCയുടെ അഭിപ്രായത്തിൽ ഈ സംവിധാനം കൃത്യത വർദ്ധിപ്പിക്കുകയും പിശകുകൾ കുറയ്ക്കുകയും സമയം ലാഭിക്കുകയും ചെയ്യും. MTDയുടെ ടെസ്റ്റിംഗ് പ്രോഗ്രാമിൽ ചേർന്ന് നേരത്തെ ഇതേക്കുറിച്ചുള്ള പരിചയം നേടാൻ HMRC പ്രോത്സാഹിപ്പിക്കുന്നു. ബ്രസ്റ്റ് സ്ക്രീനിങ്ങിന് പുരുഷ ജീവനക്കാരെയും അനുവദിക്കണമെന്ന് വിദഗ്ധർ. സ്റ്റാഫ് ഷോർട്ടേജ് ദീർഘകാലമായി തുടരുന്നതിനാൽ ബ്രസ്റ്റ് സ്ക്രീനിംഗ് എക്സാമിനേഷനുകൾക്ക് നടത്താൻ പുരുഷ ആരോഗ്യ പ്രവർത്തകരെയും അനുവദിക്കണമെന്ന് സൊസൈറ്റി ഓഫ് റേഡിയോഗ്രാഫേഴ്സ് ആവശ്യപ്പെട്ടു. 50 മുതൽ 71 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് 3 വർഷത്തിലൊരിക്കൽ മാമോഗ്രാഫുകൾ നടത്തിവരുന്നത്. ഇപ്പോൾ ഇത് വനിതാ ജീവനക്കാർ മാത്രമേ ചെയ്യാൻ അനുവാദമുള്ളൂ. വിദഗ്ധർ സ്ത്രീപ്രധാനമായ ഈ മേഖലയിലെ ജീവനക്കാരുടെ ഒഴിവ് 17.5% ക്യാൻസർ ലക്ഷണങ്ങളുള്ള സ്ത്രീകളെ പരിശോധിക്കുന്ന വിഭാഗത്തിൽ ഇത് 20% ചൂണ്ടിക്കാട്ടി. റേഡിയോഗ്രാഫർ എന്ന നിലയിൽ പുരുഷന്മാർക്കും അവസരമൊരുക്കുന്നതിലൂടെ സേവനം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് SOR പ്രതിനിധി സൂ ജോൺസൺ പറഞ്ഞു. മുമ്പ് പുരുഷന്മാരെ ഉൾപ്പെടുത്തി ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ലെന്നും ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിയെന്നും അവർ അഭിപ്രായപ്പെട്ടു. 2 തവണ മാമോഗ്രാഫിലൂടെ ക്യാൻസർ കണ്ടെത്തിയ സാലി റീഡ് ജീവൻ രക്ഷപ്പെടുന്നതിനാൽ പരിശോധന നടത്തുന്നത് പുരുഷനാണോ സ്ത്രീയാണോ എന്നത് പ്രസക്തമല്ലെന്ന് അഭിപ്രായപ്പെട്ടു. UK-യിൽ കുടിയേറ്റ തൊഴിലാളികൾക്ക് സ്പോൺസർ ലൈസൻസ് റദ്ദാക്കലിനെ തുടർന്ന് ഗുരുതര പ്രതിസന്ധി നേരിടുന്നതായി റിപ്പോർട്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള ജമീൽ എന്ന 30-കാരൻ അടക്കമുള്ളവർ കെയർ വർക്കർമാരുടെ ക്ഷാമം പരിഹരിക്കാൻ UK-യിലെത്തിയവരാണ്. എന്നാൽ ഗവൺമെന്റിന്റെ കർശന നടപടികൾ മൂലം ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടു. 2023-ൽ 336 കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കിയത് 2024 ആയപ്പോഴേക്കും 1514 ഉയർന്നു. 350% വർധനയാണ് ഉണ്ടായത്. ജമീൽ ബിസിനസ്സിൽ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയ ശേഷം ഒരു കമ്പനിയിൽ ജോലിക്കായി പണം നൽകി. എന്നാൽ ജോലി ലഭിച്ചില്ല. പേ സ്ലിപ്പുകൾക്കായി കടം വാങ്ങിയ പണം നൽകേണ്ടി വന്നു. കമ്പനിക്ക് ലൈസൻസ് നഷ്ടപ്പെട്ടതോടെ ജമീലിന് ജോലി നഷ്ടപ്പെട്ടു. ഇപ്പോൾ 100 കണക്കിന് ജോലികൾക്ക് അപേക്ഷിച്ചിട്ടും ഫലമില്ല. മറ്റൊരു ജീവനക്കാരൻ 60 ദിവസം തുടർച്ചയായി 14 മണിക്കൂർ ജോലി ചെയ്തെങ്കിലും അവധിയോ രോഗാവധിയോ ലഭിച്ചില്ല. കമ്പനി ലൈസൻസ് നഷ്ടപ്പെട്ടിട്ടും ജോലി തുടരാൻ ആവശ്യപ്പെട്ടു. 2022-ൽ UK കെയർ വർക്കർമാർക്ക് സ്കിൽഡ് വർക്കർ വിസ തുറന്നുകൊടുത്തെങ്കിലും ലൈസൻസ് അപേക്ഷകൾക്ക് മതിയായ പരിശോധനകൾ നടത്തിയില്ലെന്ന് ജോയിന്റ് കൗൺസിൽ ഫോർ ദി വെൽഫെയർ ഓഫ് എമിഗ്രേഷൻസ് വിമർശിക്കുന്നു. 39,000-ലധികം കെയർ വർക്കർമാർ ലൈസൻസ് റദ്ദാക്കലിനെ തുടർന്ന് ബുദ്ധിമുട്ടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പുതിയ നിയമങ്ങൾ വിസ ദുരുപയോഗം തടയാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും കുടിയേറ്റക്കാർക്ക് പുതിയ സ്പോൺസറെ കണ്ടെത്തുന്നത് ദുഷ്കരമാണ്. UK-യിൽ ഒരു വിദേശ തൊഴിലാളിയെ നിയമിക്കുന്നതിന് കമ്പനികൾ UK ഹോം ഓഫീസിൽ നിന്ന് ഒരു സ്പോൺസർ ലൈസൻസ് നേടണം. ചാരിറ്റിയായ വർക്ക് റൈറ്റ് സെന്റർ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും മുൻ തൊഴിലുടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനും സഹായിക്കുന്ന UK വർക്ക് പ്ലേസ് ജസ്റ്റിസ് വിസ നിർദ്ദേശിക്കുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാള UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.